സങ്കീർണമായ പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ യുക്രൈൻ റഷ്യൻ നേതാക്കൾ നേരിട്ട് ചർച്ച നടത്തേണ്ടതുണ്ടെന്നും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനു മാത്രമേ സാധിക്കൂവെന്നും യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ റോയിട്ടേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. 20 സമാധാന പദ്ധതിയിൽ ഭൂരിഭാഗം കാര്യങ്ങളിലും ധാരണയായിട്ടുണ്ടെങ്കിലും അതീവ സങ്കീർണമായ ചില വിഷയങ്ങൾ നേതാക്കൾ നേരിട്ട് സംസാരിക്കേണ്ടതുണ്ടെന്ന് ആൻഡ്രി സിബിഹ പറഞ്ഞു. ഡൊനെറ്റ്സ്കിന്റെ 20% ഭാഗം വിട്ടുനൽകണമെന്ന റഷ്യയുടെ ആവശ്യം യുക്രൈൻ നിരസിച്ചു. കൂടാതെ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള സെപ്പറീഷ്യ ആണവ നിലയത്തിന്റെ നിയന്ത്രണം യുക്രൈൻ ആവശ്യപ്പെടുന്നുമുണ്ട്. യുഎസിന്റെ നിർദ്ദേശപ്രകാരം അടുത്ത റൗണ്ട് ചർച്ചകൾ മിയാമിയിൽ നടക്കും. ഇതിന് യുക്രൈൻ സമ്മതം അറിയിച്ചിട്ടുണ്ട്. 4 വർഷമായി തുടരുന്ന യുദ്ധത്തിൽ യുക്രൈനിന്റെ 1/5 ഭാഗം ഇപ്പോൾ റഷ്യയുടെ കൈവശമാണ്. പൊതു തിരഞ്ഞെടുപ്പിൽ തായ് പ്രധാനമന്ത്രി അനുടിൻ ചാൻവിരാകൂലിന്റെ നേതൃത്വത്തിലുള്ള ഭൂംജായ് തായ് പാർട്ടിക്ക് ഉജ്ജ്വല വിജയം ലഭിച്ചു. തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള അതിർത്തി തർക്കത്തിനിടെ ഡിസംബർ പകുതിയോടെയാണ് അനുടിൻ അതിവേഗം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ദേശീയ വികാരം മുതലെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ തന്ത്രം ഫലം കണ്ടു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ആകെ 500 സീറ്റുകളുള്ള പാർലമെന്റിൽ ഏകദേശം 192 സീറ്റുകൾ ഭൂംജായ് തായ് പാർട്ടി നേടി. പ്രോഗ്രസീവ് പീപ്പിൾസ് പാർട്ടിക്ക് 117 സീറ്റുകളും മുൻപ് വലിയ സ്വാധീനമുണ്ടായിരുന്ന പ്യൂ തായ് പാർട്ടിക്ക് 74 സീറ്റുകളുമാണ് ലഭിച്ചത്. ഈ വിജയം എല്ലാ തായ് ജനതയുടേതുമാണെന്നും അവർക്ക് വേണ്ടി പരമാവധി സേവനം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അനുടിൻ ചാൻവിരാകൂൽ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി പേതോങ് താൻ ഷിനവത്രയുടെ പതനത്തിന് ശേഷം അധികാരമേറ്റ അനുടിൻ ചാൻവിരാകൂലിന് ഈ വിജയം വലിയ രാഷ്ട്രീയ നേട്ടമായി മാറിയിരിക്കുകയാണ്. നൊബേൽ പുരസ്കാര ജേതാവ് നർഗിസ് മുഹമ്മദിക്ക് ഇറാൻ കോടതി 6 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഒത്തുചേരുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തു എന്നാരോപിച്ചാണ് നർഗിസ് മുഹമ്മദിക്ക് 6 വർഷം തടവ് ശിക്ഷ വിധിച്ചത് എന്ന് അഭിഭാഷകനായ മുസ്തഫ നീലി പറഞ്ഞു. 2 വർഷത്തേക്ക് രാജ്യം വിടുന്നതിനും വിലക്കുണ്ട്. ഭരണകൂട വിരുദ്ധ പ്രചരണം നടത്തിയതിന് 1.5 വർഷത്തെ തടവും കിഴക്കൻ പ്രവിശ്യയായ സൗത്ത് ഖൊറാസാനിലെ ഖോസ്ഫ് നഗരിലേക്ക് 2 വർഷത്തെ നാടുകടത്തലും വിധിച്ചിട്ടുണ്ടെന്ന് അഭിഭാഷകൻ പറഞ്ഞു. ഇറാനിയൻ നിയമപ്രകാരം ഒരേ സമയം അനുഭവിക്കേണ്ട ശിക്ഷകളിൽ ഏറ്റവും ദൈർഘ്യമുള്ളതു മാത്രം നടപ്പിലാക്കിയാൽ മതിയാകും. നർഗിസിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ചികിത്സയ്ക്കായി അവർക്ക് താൽക്കാലികമായി ജാമ്യം ലഭിക്കുമെന്നും അഭിഭാഷകൻ കൂട്ടിച്ചേർത്തു. ഈ വിധി അന്തിമമല്ലെന്നും ഇതിനെതിരെ അപ്പീൽ നൽകാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 25 വർഷമായി ഇറാനിലെ വധശിക്ഷയ്ക്കെതിരെയും സ്ത്രീകൾക്കുള്ള കർശനമായ വസ്ത്രധാരണ രീതിക്കെതിരെയും പോരാടിയതിന് 53-കാരിയായ നർഗിസ് മുഹമ്മദിക്ക് പലതവണ ജയിലിലായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഭൂരിഭാഗം സമയവും അവർ അഴിക്കുള്ളിലായിരുന്നു. 2015 ശേഷം പാരീസിൽ കഴിയുന്ന തന്റെ ഇരട്ട കുട്ടികളെ അവർ കണ്ടിട്ടില്ല. ആരോഗ്യപരമായ കാരണങ്ങളാൽ 2024 ഡിസംബറിൽ 3 ആഴ്ചത്തേക്ക് അവർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ജയിലിനുള്ളിലായിരിക്കുമ്പോഴും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചും നിരാഹാര സമരം നടത്തിയും നർഗിസ് മുഹമ്മദി തന്റെ പോരാട്ടം തുടർന്നു. ഇറാനിലെ വധശിക്ഷയ്ക്കെതിരെയുള്ള പോരാട്ടത്തിനാണ് 2023 അവർക്ക് നൊബേൽ സമാധാന പുരസ്കാരം ലഭിച്ചത്. അന്ന് അവർ ജയിലിലായിരുന്നതിനാൽ മക്കളാണ് അവർക്ക് വേണ്ടി പുരസ്കാരം ഏറ്റെടുത്തത്. ഒരു വിശ്വാസിയും വർഗീയവാദിയല്ലെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടതുപക്ഷ ധാരയാണ് മതസൗഹാർദ്ദത്തോടെ കേരളം നിലനിൽക്കുന്നതിന് പിന്നിൽ. LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് കോഴിക്കോട് മുതലക്കുളത്ത് നൽകിയ സ്വീകരണത്തിലാണ് സംസാരിച്ചത്. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ വിശ്വാസികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്. വിശ്വാസികളെ ഒഴിവാക്കി വർഗീയതയ്ക്കെതിരെ പൊരുതാനാവില്ല. വർഗീയവാദികൾ എന്ന് പറയുന്നത് വിശ്വാസികളല്ല. രാഷ്ട്രീയ അധികാരത്തിലേക്ക് പ്രവേശിക്കാൻ ജാതിയും മതവും വിശ്വാസവും ഉപയോഗിക്കുന്നുണ്ട്. ഇവ ഉപയോഗിക്കുന്ന വർഗീയവാദികൾക്ക് വിശ്വാസമില്ല. ഇത് രണ്ടും തമ്മിൽ നല്ലപോലെ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. മാനവികതയും മതസൗഹാർദ്ദവും നിലനിർത്താനുള്ള കേരളത്തിന്റെ ശ്രമം വിജയിച്ചില്ലെങ്കിൽ പിന്നെ കേരളമില്ല. BJP, RSS, സംഘപരിവാർ ഓരോരോ പേരിൽ ഇവിടെ വർഗീയ വിഷം കുത്തിയിറക്കുന്നുണ്ട്. ഇതിനൊപ്പം ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, ക്രിസ്ത്യാനിയുടെ പേര് പറഞ്ഞ് കാസയുമുണ്ട്. ഈ 3 വിഭാഗങ്ങളും നമ്മുടെ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തിന്റെ അന്ത്യത്തിനു വേണ്ടി അപരരെ സൃഷ്ടിക്കുകയാണ്.
10 വർഷമായി ഇവിടെ വർഗീയ കലാപം നടക്കാത്തത് ഈ ജനതയുടെ മാനസിക നിലയും സർക്കാരിന്റെ കർശനമായ സമീപനവും കൊണ്ടാണ്. ഞങ്ങൾ RSSനും BJPക്കും എതിരായി പറഞ്ഞാൽ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ളതാണ് എന്നാണ് RSSകാരന്റെ വാദം. കൊടും വിഷം കേരളത്തിൽ കുത്തിച്ചെലുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി പറഞ്ഞാൽ അത് ഇസ്ലാമിനെതിരായിട്ടാണെന്നാണ് പ്രചരണം. കാസയ്ക്കെതിരായി പറഞ്ഞാൽ അത് ക്രിസ്ത്യാനിക്കെതിരായിട്ടാണെന്നാണ് പ്രചരണം. ഇതിനെതിരെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസി സമൂഹത്തെ കൂടി ഉൾപ്പെടുത്തി വർഗീയതയ്ക്കെതിരെ പൊരുതാനാണ് CPM ശ്രമിക്കുന്നതെന്നും ഗോവിന്ദൻ വിശദീകരിച്ചു. റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് പുറമെ ഫ്രാൻസിൽ നിന്നും സ്കാൽപ് ക്രൂസ് മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യ. ഇത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. സുമാർ 320 കോടി രൂപയുടെ ഇടപാടിനാണ് കളമൊരുങ്ങുന്നതെന്നും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും റിപ്പോർട്ട് ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂരിൽ ഭയങ്കരവാദ സംഘടനകളുടെ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യൻ വ്യോമസേന സ്കാൽപ് ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു. റഫാൽ വിമാനങ്ങളിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകൾക്കൊപ്പം വിക്ഷേപിച്ച സ്കാൽപ് മിസൈലുകൾ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്തു. പാകിസ്ഥാൻ വ്യോമസേനയുടെ 12 പ്രധാന വ്യോമതാവളങ്ങൾ ഇന്ത്യൻ വ്യോമസേന ആക്രമിച്ചു. യുദ്ധവിമാനങ്ങൾ തകർത്തതുൾപ്പെടെ സ്കാൽപ് മിസൈലുകൾ ഉപയോഗപ്പെടുത്തിയാണ്. 250 മുതൽ 500 കിലോമീറ്റർ വരെ ദൂരെ വരെ ആക്രമിക്കാൻ സാധിക്കുന്നവയാണ് സ്കാൽപ് മിസൈലുകൾ. 450 കിലോഗ്രാം ഭാരം വഹിക്കാൻ കഴിയുന്ന ഈ മിസൈലിന് റഡാർ നിരീക്ഷണത്തെ വെട്ടിക്കിള്ളാനും കഴിവുണ്ട്. ഭാവിയിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകാൻ പോകുന്ന 26 റഫാൽ മറൈൻ യുദ്ധവിമാനങ്ങളിലും ഈ മിസൈലുകൾ ഘടിപ്പിക്കും. ഇതുകൂടാതെ 114 റഫാൽ വിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള നടപടികൾ പ്രതിരോധ മന്ത്രാലയം ഉടൻ പൂർത്തിയാക്കും. മീറ്റിയോർ എയർ ടു എയർ മിസൈലുകൾ വാങ്ങാനുള്ള നീക്കങ്ങളും ഇതിനൊപ്പം നടക്കുന്നുണ്ട്. അടുത്ത 15 വർഷത്തിനുള്ളിൽ റഫാൽ വിമാനങ്ങൾ പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗമായി മാറും. ഇതിനോടൊപ്പം നാവികസേനയുടെ റഫാലുകൾ ചേരുന്നതോടെ ഫ്രാൻസ് കഴിഞ്ഞാൽ ഏറ്റവുമധികം റഫാൽ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറും. ഭയങ്കരവാദത്തോടുള്ള ഇന്ത്യയുടെ സമീപനത്തെക്കുറിച്ച് വ്യക്തമാക്കി പ്രധാനമന്ത്രി. മലേഷ്യയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഭയങ്കരവാദത്തിനെതിരെ ശക്തമായ സന്ദേശവുമായി മോദി എത്തിയത്. ഭയങ്കരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇരട്ട നിലപാടില്ല, വിട്ടുവീഴ്ചയില്ല എന്ന് മോദി പറഞ്ഞു. മലേഷ്യൻ പ്രധാനമന്ത്രിയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ പ്രതിരോധം, സുരക്ഷ, സെമി കണ്ടക്ടർ, വ്യാപാരം എന്നീ മേഖലകളിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും രണ്ട് രാജ്യങ്ങളും ധാരണയിലെത്തി. ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ സമഗ്രമാക്കും. സുരക്ഷയ്ക്ക് പുറമെ തന്ത്രങ്ങളെക്കുറിച്ചും സാമ്പത്തിക സഹകരണത്തെക്കുറിച്ചും ചർച്ചകൾ നടന്നു. നിർണായകമായ മേഖലകളിൽ ഇന്ത്യയും മലേഷ്യയും അടുത്ത് പ്രവർത്തിക്കും. AI, ഡിജിറ്റൽ ടെക്നോളജികൾക്കൊപ്പം സെമി കണ്ടക്ടർ, ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ എന്നീ മേഖലകളിലും ഇരു രാജ്യങ്ങളും ഒരുമിച്ച് മുന്നോട്ടു പോകും. ലോകത്തിന്റെ വളർച്ചാ എഞ്ചിനായി ഇൻഡോ പസഫിക് മേഖല ഉയർന്നുവരികയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രത്യേക ബന്ധമാണുള്ളത്. ഞങ്ങൾ സമുദ്രമേഖലയിലെ അയൽവാസികളാണ്. നൂറ്റാണ്ടുകളായി നമ്മുടെ ജനങ്ങൾക്കിടയിൽ ആഴത്തിലും സ്നേഹ നിറഞ്ഞതുമായ ബന്ധങ്ങളുണ്ട് എന്ന് മോദി പറഞ്ഞു. മത്സ്യത്തൊഴിലാളി അപകട ഇൻഷുറൻസ് ധനസഹായ വിതരണം നടത്തി. അപകടത്തിൽ മരിച്ച മത്സ്യത്തൊഴിലാളി P. രാഗേഷിന്റെ കുടുംബത്തിന് ലഭിക്കുന്ന മത്സ്യഫെഡ് അപകട ഇൻഷുറൻസ് പദ്ധതി ആനുകൂല്യമായ 10 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ഭാര്യ NV സിന്ധുവിന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ കൈമാറി. തലശ്ശേരി ഗോപാൽപേട്ട തിരുവാണി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ മത്സ്യഫെഡ് ചെയർമാൻ T. മനോഹരൻ അധ്യക്ഷനായി. ചടങ്ങിൽ കുറിച്ചിയിലെ സംഘത്തിലെ സ്വയം സഹായ ഗ്രൂപ്പായ ശ്രീലക്ഷ്മി സ്വയം സഹായ സംഘത്തിന് 3 ലക്ഷം രൂപയും അറഫ സ്വയം സഹായ സംഘത്തിന് 3,60,60,000 രൂപയും വിതരണം ചെയ്തു.